ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. പഞ്ചാബിലെ അമൃത്സറിലുള്ള വൈഷ്ണവ് ദേവി ടെമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. ഞാനിതിന് മുമ്പ് വന്നിരുന്നു, പക്ഷേ മുമ്പ് അതിൻ്റെ അകത്തൊന്നും കയറിയിട്ടില്ല. അന്ന് കുറച്ച് തിരക്കായിരുന്നു. ഇതിൻ്റെ അകത്ത് ഗുഹയൊക്കെ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഹൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകണമെന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ കാണാൻ മുഴുവനായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാം. പഞ്ചാബിലെ അമൃത്സറിൽ വൈഷ്ണവ് ദേവി മന്ദിറുണ്ട്. അത് ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ വിട്ടിട്ട് ഈ ഭാഗത്താണ്. ഇതാണിപ്പോൾ ആ ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇതിലേ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇതൊരു ഹിന്ദു ക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകളും മറ്റൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്നൊരു ഭാഗമാണ്. റോഡിൽ നിന്നും ഒരു സ്വല്പം അങ്ങോട്ട് മാറിയിട്ട് ഇങ്ങനെ ഒരു കട്ടൊക്കെ വിരിച്ചിട്ട് ഈ ഒരു ഭാഗത്തോട് ഇങ്ങനെ അങ്ങോട്ട് വരണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ടെമ്പിൾ നിൽക്കുന്നത്. ഇതാണ് അമ്പലം. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ മുകളിലേക്ക് അങ്ങനെ കയറി പോകണം. അപ്പം നമുക്ക് ഇതിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ കാണാം. കോക്കനട്ട് കിത്തന ഭായ്? 3 रुपये 50. केरला 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 50 रुपीज का. केरला 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 नहीं, अमृतसर 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 नालिकेर മാടോളവൻ മാതാ മന്ദിർ. ഇവിടെയാണ് ചെരുപ്പ് സൂക്ഷിച്ചു വെക്കുന്നത്. ഒരു പാവം വയസ്സായൊരു പഞ്ചാബി മനുഷ്യനാണുള്ളത്. ഇതാണ് അതിലേക്കുള്ള എൻട്രൻസ്, അമ്പലത്തിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ അതിൻ്റെ അകത്ത് പോയിട്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൽ കൊടുക്കുന്ന പോലെ ഭക്ഷണങ്ങൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത്ര അധികം സ്പേസ് ഒന്നുമില്ല, ഈ ഒരു ഭാഗത്ത് മാത്രം. ഈ ഗ്രൗണ്ട് ഫ്ലോർ ഒരു സ്ക്വയറാണ്. അപ്പോൾ അതിനൊരുപോലെ ഒരു വേലി കെട്ടിക്കണം, വലിയ നല്ലൊരു ഹാൻഡ് റെയിൽ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ നടക്കാം. അപ്പോൾ അവിടെ പലവിധ പ്രതിമകളും പിന്നെ ദൈവങ്ങളുടെയൊക്കെ ബിംബങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എല്ലാതും എന്തൊക്കെയാണെന്ന് അറിയില്ല. നല്ല കളർഫുള്ളാണ്. ഞാനാണെങ്കിൽ തന്നെ ഭയങ്കര കളർഫുള്ളാണ്. എനിക്ക് കളർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എന്തൊക്കെ ഇങ്ങനെ അദ്ദേഹം പിന്നെ വായിക്കുന്നൊക്കെ ഉണ്ട്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലും പിന്നെ അങ്ങോട്ട് അതിൻ്റെ മുകളിലെ ഫ്ലോറുണ്ട്. ഇവിടെയൊക്കെയാണ് ഗുഹകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഉള്ള സംഭവങ്ങളുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു താഴ്ച കഴിഞ്ഞിട്ട് താഴെയുള്ള ഒരു ഫ്ലോറ് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ പോകാൻ ഇങ്ങനെ പോകാനുള്ള വഴി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞൊക്കെ എന്തൊരു കയറിയ ആൾക്കാരെ മുമ്പ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നാക്കി നമ്മൾ ഓട്ടോക്കാരനുണ്ട്. അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പുറത്ത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ നമുക്ക് കയറാം. താഴത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞിട്ട് നല്ല കളർഫുള്ള് പൂവുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഇനി ഞാനധികം എക്സ്പ്ലെയിൻ ചെയ്യലുണ്ടാവില്ല, നിങ്ങളങ്ങനെ കണ്ടുപോവുക. ഇതൊക്കെ ഉണ്ട്, ഇതാണ് പാസേജ്. ഈ ഒരു ഇങ്ങനെ പാസേജിൽ കൂടി അങ്ങനെ പോയിട്ടാണ് ഉള്ളത്. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പാസേജ് ഇല്ലേ, ഇതൊക്കെ ഈ ഒരു സെൻറ്റർ കംപ്ലീറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഭക്ഷണം കൊടുക്കുന്ന ഭാഗമാണ്. മണി എവിടെ കണ്ടാലും നമ്മളൊന്ന് അടിക്കും. അപ്പോൾ താഴത്തെ പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറാം. അപ്പം ഇനി നിങ്ങളങ്ങനെ കണ്ടുപോവുക. അധികം വർത്തമാനം പറയാൻ കഴിയില്ല, കാരണം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉൾഭാഗമൊക്കെ ഇടുങ്ങിയിട്ടും ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ കണ്ടങ്ങനെ പോകാം.
ഒക്കെ ഉണ്ട്, മറ്റേ ഉണ്ണപ്പായൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഒരു ഗുഹ തുടങ്ങുന്നത്. ഇതാണ് പരിപാടി. പരിപാടി തന്നെ മൊത്തത്തിയിട്ടാണ് ഇനി ഞാനും ഗുഹയിൽ പോകട്ടെ. ഇന്നത് എടുക്കാൻ ആരും ഉണ്ടാവില്ല. ഇനി ഗുഹ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. एक मिनट है. ചില്ലുണ്ടാക്കിയാണല്ലോ, ചില്ലും കഷ്ണം വെച്ച് പൂശിയതാണ്. पानी बना रहे हो जो मल में कौन सा सीन है? किसका सीन है ये ग्लास है. ग्लास नहीं है, वो नहीं मैं बता रहा, वो तो मुझे भी दिख रहा ग्लास है वो समझ मंत्र का क्या इसको पता हमारे बारे में बताओ तीन फेमस है ये चलते हैं तेरी में क्या है ഇവിടെ ചുമര് കംപ്ലീറ്റ് ഗ്ലാസിന്റെ പീസ് കൊണ്ട് അങ്ങനെ ചിത്രങ്ങളും പലവിധ കഥകളൊക്കെ ഇതിന്റെ കൂടെ ഉള്ളത്. ശരിക്കും എല്ലാ കഥകളും അറിയിട്ടോ. പുരാണങ്ങളിലെ പല സംഭവങ്ങളാണുള്ളത്. അപ്പൊ ഇവര് ഹിന്ദിയിൽ കുറെ പറയുന്നത് എനിക്കത് തിരിഞ്ഞിട്ടില്ല. ഇതുണ്ടല്ലേ ഗ്ലാസിന്റെ മുകളിൽ കംപ്ലീറ്റ് ഗ്ലാസിന്റെ പീസുകളാണ്. आगे जाओ. और क्या काम है क्यों महादेव का सुना विश्वामित्र जी की सती माता अहिल्या जी से पत्थर से नारी हुई, पत्थर की नारी हुई.
सब कुछ बताओ फिर। हमारे तो यार सवेरे बहुत छुट्टी हुआ है അത്യാവശ്യം കുമ്പിടാൻ പറ്റുന്നവർക്ക് മാത്രം വന്നാൽ മതി. ഈ അമ്പലത്തിനുള്ളിലേക്ക് അല്ലാത്തവർ വേണ്ട. കാൽമുട്ടും വളയാവുന്നവരും മറ്റവരൊക്കെ മാത്രം. അത്രയും ഇതാണ് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാനും പോകാനും ഇറങ്ങാനൊക്കെ ഉള്ള. महादेव का सुन पिताजी ने केवट केवट में रहता है केवट भगवान का बहुत दिने से श्री राम लक्ष्मण विश्वामित्र जी की सती माता अहल्या जी से पत्थर से मारी हुई पत्थर से मारी हुई ഇതാണ് മറ്റേ ലങ്കൂസ്. वहाँ भीड़ हो जाएगी। चलो यार वीडियो बंद कर. चला കുഞ്ഞ് മടങ്ങി പോവാണ്. പത്ത് 20 തന്നെ ഉണ്ട്. വലിയ നോട്ട് किधर जाना है? अच्छा मेरा ഈ ഗുഹ താഴെ വെള്ളമുണ്ട്.
ओके ना തേങ്ങ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇവിടെ ഇത് കൊടുക്കുന്ന പരിപാടിയാണ്. തേങ്ങന്റെ സംഭവം अभी खा रहा हूँ मैं आपको ये हो रहा था ना इसलिए खा दिया मैंने चला है बता जिसका हो जाए आगे फटाफट एक साथ में घुसेंगे तो देर हो जाएगी. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ പുറത്ത് പോകുന്നത് ഇവിടെ ഭക്ഷണം ഫ്രീ ആയി കൊടുക്കുന്ന സംഭവം ഉണ്ട് ഇവിടെ. അപ്പൊ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്താണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലേ ഈ പഞ്ചാബിൽ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം നമ്മൾ പൈസ കൊടുത്ത് വേണ്ട ആവശ്യമില്ല. ഇവിടെ നല്ല വെള്ളം കിട്ടും. ആ വല്യമ്മ വെള്ളം കഴുകി ഗ്ലാസ്സൊക്കെ കഴുകി വെള്ളം കൊടുക്കുന്നുണ്ടാവും. എപ്പോഴാ ഉണ്ടാവുക ചോദിച്ചു. പഞ്ചാബി സ്വീറ്റ് നല്ല ടേസ്റ്റാണ്. എത്ര കിലോ എടുത്തു? 200 ഗ്രാമിന് 90 രൂപ. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വന്നു. ഇതാണ് മെയിൻ റോഡ്. ഇതിലാണ് വാഹനങ്ങൾ കിട്ടുക. അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് വാഹനങ്ങൾ പോലെ അതൊരു ചെറിയൊരു കട്ടറോടെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല, മുമ്പ് കാണിച്ചിരുന്നു. അപ്പോൾ അവിടെ പഞ്ചാബിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും ഒന്ന് വരണം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.